പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അങ്ങോട്ട് നയനയെ സ്നേഹിച്ച് കൊല്ലുവാണ് ആദർശ്. നയനയുടെ തലയിൽ പൂ വെച്ച് കൊടുക്കുന്ന ആദർശിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അനാമികയ്ക്ക് അതൊട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല, സഹിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം റൂമിൽ വരുന്ന നയനയെ എടുത്തൊന്ന് വട്ടം കിടക്കുന്ന ആദർശിനെ കാണിക്കുന്നു. ഇത് കണ്ടുവരുന്ന നവ്യ ഞെട്ടിപ്പോവുക. കാരണം നയനയ്ക്ക് വയ്യാത്തതാണല്ലോ, എല്ലാം ഒന്ന് സെറ്റായോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനുണ്ടല്ലോ നവ്യയ്ക്ക്. ഓടി വന്ന് വിളിക്കാനും പറ്റില്ല. ആകെ ടെൻഷനോടെ നിൽക്കുന്ന നവ്യയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ആദർശ് നയനുമായിട്ട് പുറത്തേക്കൊന്ന് പോകാനുള്ള കാര്യങ്ങൾ, ഒരു ചെറിയ യാത്ര പോകാനുള്ള കാര്യങ്ങളൊക്കെ ദേവയാനിയോട് വന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നിൻ്റെ ഈ ശ്വാസം മുട്ടൽ കാണുമ്പം തന്നെ അറിയാം യാത്ര പോകാൻ അവളേക്കാൾ കൂടുതൽ ആഗ്രഹം നിനക്കാണെന്ന്. ഏതായാലും ഞാനായിട്ട് ഇനി തടയുന്നൊന്നുമില്ല. നിൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് നിനക്ക് എവിടെയാണോ പോകാൻ താല്പര്യമുള്ളത് അവിടേക്ക് പൊയ്ക്കോ എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷമാകുന്നു ആദർശിന്. ആ കാര്യം നയനോട് വന്ന് പറയുകയും രണ്ടുപേരുടെ യാത്രയ്ക്കായിട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ദേവയാനി കൂടെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നയന അങ്ങോട്ട് പോയതിന് ശേഷം കണ്ണ് നിറയുന്ന ദേവയാനി കണ്ണ് പയ്യെ തുടയ്ക്കുന്നുണ്ട്. അന്നേരം കറക്റ്റ് നയന തിരിഞ്ഞു നോക്കും. അന്നേരം കണ്ണ് തുടച്ചുകൊണ്ട് നിൽക്കുന്ന ദേവയാനിയെ കാണുമ്പോൾ ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് നയനയ്ക്ക്. എങ്കിലും അവർ വണ്ടിയിൽ കയറി ഹണിമൂൺ യാത്രയ്ക്കായിട്ട് പോവുകയാണ്. പ്രാർത്ഥനയോടെ നിൽക്കുന്ന ദേവയാനിയാണ് അതിനുശേഷം കാണിക്കുന്നത്. അങ്ങനെ ആദർശിൻ്റെയും നയനയുടെയും ഹണിമൂൺ ആരംഭിച്ചിരിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഒരു ഹോട്ടൽ റൂമിലാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും തന്നെയുള്ള ഒരു ദിവസം, ഒരു രാത്രി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ് നയനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ സന്തോഷമാണ് കാണിക്കുന്നത്. ഇനി അങ്ങോട്ട് നയനയെ ചേർത്ത് പിടിക്കുന്ന, ഒരുപാട് സന്തോഷത്തോടെ നയനയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ദേവയാനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്.